നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ട് നവീകരിച്ച മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം നടന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ.ടി. ജലീൽ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഓണാഘോഷത്തിന് തുടക്കമായി. വിവിധ സ്ഥാപനങ്ങളിലും ഓണാഘോഷം നടന്നു. പി കരുണാകരൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ 5 സ്കൂളുകൾക്ക് ബസ് അനുവദിച്ചു. അഗതികൾക്ക് ആശ്വാസമേകി മില്ലത്ത് സാന്ത്വനം പ്രവർത്തകർ. പോയ കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തി നീലേശ്വരത്ത് ആഴ്ചച്ചന്തകൾക്ക് പുനർജന്മം. അപകടങ്ങൾ തുടർക്കഥ. റോഡരികിലെ കാടുകൾ വെട്ടിമാറ്റി പനത്തടി പഞ്ചായത്ത് ഭരണസമിതിയും CDS പ്രവർത്തകരും. മടിക്കൈ 3 റോഡിൽ സഹകരണ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. വിപണിയിൽ വിലക്കുറവ് ലക്ഷ്യമിട്ടാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. കോട്ടച്ചേരിയിൽ നവീകരിച്ച മത്സ്യ മാർക്കറ്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ.ടി. ജലീൽ പറഞ്ഞു. നവീകരിച്ച മത്സ്യ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടച്ചേരിയിലെ ഹൈടെക് മത്സ്യ മാർക്കറ്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ പറഞ്ഞു. മാലിന്യ സംസ്കരണ പ്ലാന്റിനായുള്ള പദ്ധതി റിപ്പോർട്ട് കിട്ടിയാലുടൻ സർക്കാർ പണം അനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട്ടെ നവീകരിച്ച മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൃത്തിഹീനമായ ചുറ്റുപാടിൽ വിൽക്കുന്നതിനോട് നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും അറപ്പോ വെറുപ്പോ തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. മത്സ്യവും മാംസവും ആളുകൾ കൂടുതൽ ഭക്ഷിക്കണമെങ്കിൽ തീർച്ചയായും അത് വൃത്തിയുള്ള ചുറ്റുപാടിൽ വിൽക്കുന്ന സാഹചര്യവും ഉണ്ടാവണം. ഓരോ മാർക്കറ്റിലും ആ മാർക്കറ്റിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുവാനുള്ള മാലിന്യ സംസ്കരണ സംവിധാനവും രൂപപ്പെടുത്തേണ്ടതുണ്ട്. ചെയർമാൻ എന്നോട് പറയുകയായിരുന്നു, ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു സഹായം അനുവദിക്കണം എന്ന്. അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്ട് സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന മുറക്ക് തീർച്ചയായും മുനിസിപ്പാലിറ്റിയുടെ ഒരു മാനേജ്മെന്റ് അത് നടപ്പിലാക്കുവാനുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റ് നൽകും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. വൃത്തിയും ശുദ്ധിയുമുള്ള മത്സ്യ മാർക്കറ്റുകളുടെ നിർമ്മാണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം തടയുന്നതിനായി സംസ്ഥാനത്ത് 3 ലക്ഷം ശൌചാലയങ്ങൾ പണിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമ്പൂർണ്ണ ശുചിത്വമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ചടങ്ങിൽ അധ്യക്ഷനായി. ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം ജില്ലാ കളക്ടർ ജീവൻ ബാബു നിർവഹിച്ചു. എം രാജഗോപാലൻ MLA, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, മെട്രോ മുഹമ്മദ് ഹാജി, C യൂസഫ് ഹാജി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൌൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭയിലും വിവിധ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. പൂക്കള മത്സരവും ഒരുക്കി. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നഗരസഭാതല ഉദ്ഘാടനം നടന്നു. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത പൂക്കള മത്സരവും നടന്നു. കുടുംബശ്രീ പ്രവർത്തകർ ADSന്റെ കീഴിൽ അണിനിരന്ന് പൂക്കള മത്സരത്തിൽ പങ്കാളികളായി. നാടൻ പൂക്കൾ ശേഖരിച്ചുകൊണ്ടുള്ള പൂക്കളങ്ങളാണ് ഏറെയും ഒരുക്കിയത്. ശ്യാമ ശശി, പല്ലവനാരായണൻ, ശുഭ ടീച്ചർ എന്നിവർ വിധികർത്താക്കളായി എത്തി. ശനിയാഴ്ച രാവിലെ നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ഓണാഘോഷ ഘോഷയാത്ര നടക്കും. അന്നു നടക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്താനാണ് തീരുമാനം. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷം ഒരുക്കിയത്.
വിവിധ വർണ്ണങ്ങളാലുള്ള പൂക്കൾ കൊണ്ട് തീർത്ത പൂക്കളങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ചടങ്ങിൽ ബാങ്ക് മാനേജർ KV വിശ്വനാഥൻ, TP രാജേഷ്, PP സുധ, രാകേഷ് കാന്ത, സുനിൽകുമാർ, KT സാവിത്രി തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. ഓണസദ്യയും ഒരുക്കി. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓണാഘോഷ പരിപാടികൾ അരങ്ങേറി. ആജാനൂർ പഞ്ചായത്തിലെ 16-ാം വാർഡ് കൊളവയലിലെ അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജാതിമത ചിന്തകൾക്കപ്പുറം സമൂഹത്തിന്റെ ഒത്തുചേർന്ന് കൂടി ഓണാഘോഷ പരിപാടികൾ വേദിയായി. വാർഡംഗം C കുഞ്ഞാമിന അധ്യക്ഷയായി. വാർഡംഗങ്ങളായ ഷീബ ഉമ്മർ, ഷീബ സതീശൻ, ഹാജിറ അഷ്റഫ്, PTA പ്രസിഡന്റ് അഹമ്മദ് കിർമാണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും ഒരുക്കി. വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞി മാഹിൻ, കൊളവയൽ മുഹമ്മദ്, PP സുരേന്ദ്രൻ, PP കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ നേതൃത്വമേകി. തുടർന്ന് അമ്മമാരുടെ കലാപരിപാടികളും നടന്നു. കോട്ടച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെ നടന്നു. പൂക്കള മത്സരവും ഓണപ്പാട്ടുകളും കൊണ്ട് ഓണാഘോഷം ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് ഓണസദ്യയും ഒരുക്കി. പെരിയ അംബേദ്കർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന്റെ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. K കുഞ്ഞിരാമൻ MLA ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മഹാബലി ചക്രവർത്തി ഒരു അശ്വനി ചക്രവർത്തിയാണ്. അശ്വനി ചക്രവർത്തിയെ ഭരണം എല്ലാം നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേവന്മാരെല്ലാം കൂടി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തതാണ്. അപ്പൊ നല്ല ഭരണം നടത്തുന്നവരെല്ലാവരെയും നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ വെച്ച് പൊറുപ്പിച്ചില്ല. അതിന് തെളിവാണ് നമ്മുടെ ഓണം ആഘോഷിക്കുന്ന മഹാബലിയെ കുറിച്ച്. അത് തന്നെയാണ് പെരുന്നാളായാലും നമ്മുടെ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത്. സ്വന്തം മകനെ ബലി കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിന് പകരം ഒരാടിനെ ബലി കൊടുത്തെങ്കിലും ആ കർമ്മം പൂർത്തീകരിക്കണം എന്ന ദൈവത്തിന്റെ നിശ്ചയത്തോടു കൂടി ഒരു നല്ല ഫലമായിട്ടാണ് ഈ ബലിപെരുന്നാൾ ഇന്നെല്ലായിടത്തും ആഘോഷിക്കപ്പെടും. മെട്രോ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ഡോക്ടറേറ്റ് നേടിയ മോനിഷയ്ക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ADM K അംബുജാക്ഷൻ നിർവഹിച്ചു. ശശിധരൻ, വിപുലാറാണി, C മുഹമ്മദ് കുഞ്ഞി, Dr. R രാമസ്വാമി, K മാധവൻ, C കണ്ണൻ, സുരാജ് M, അനീഷ്, TS സുധീഷ്, KV സാവിത്രി, Dr. C ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിവേഴ്സൽ കോളേജ് കാഞ്ഞങ്ങാടിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കി. ഓണാഘോഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അനീഷ് വടകര പ്രഭാഷണം നടത്തി. പൂക്കള മത്സരത്തിൽ വിജയികളായവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു ദേവി ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ചടങ്ങിൽ കോളേജ് മാനേജർ സുരേഷ് കുമാർ അധ്യക്ഷനായി. ഗോപാൽ നട്ടക്കാട്, മധു NK, ആർട്ടിസ്റ്റ് പ്രഭാകരൻ, രവീന്ദ്രൻ പയ്യന്നൂർ, അനിൽ കണ്ണൂർ, സേതുമാധവൻ, പ്രവീൺ, വിജേഷ് കാരി, ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. പൂക്കള മത്സരത്തിൽ അരുൺരാജ് നിരേശ്വരം, അശ്വതി പ്രഭ, മധു NK എന്നിവർ വിധികർത്താക്കളായെത്തി. നോർത്ത് കോട്ടച്ചേരിയിൽ ഫാഷൻ എഡ്യൂക്കേഷൻ മീഡിയയുടെ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളവും ഒരുക്കിയിരുന്നു. മില്ലത്ത് സാന്ത്വനം ചിത്താരി INL NYL IMCC ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈത്തുനൂർ താക്കോൽദാനം നടന്നു. മന്ത്രി ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. മില്ലത്ത് സാന്ത്വനം സൗത്ത് ചിത്താരി INL NYL IMCC ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബൈത്തുനൂർ താക്കോൽദാനം നടന്നത്. മാണിക്കോത്ത് MVS ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. പ്രൊഫസർ AP അബ്ദുൾ വഹാബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബൈത്തുനൂർ ഭവനത്തിന്റെ താക്കോൽദാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ നിർവഹിച്ചു. ദൗർഭാഗ്യവശാൽ പിന്നീട് വന്ന സർക്കാർ ആ പദ്ധതി അട്ടിമറിച്ചു. പുതിയ ഭവന പദ്ധതി നമുക്ക് രൂപം നൽകേണ്ടതുണ്ട്. സർക്കാർ വിചാരിച്ചതുകൊണ്ട് മാത്രം എല്ലാവർക്കും വീടെന്ന് പറയുന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അതിന് ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും അനിവാര്യമായി വന്നിരിക്കുന്നു. തീർച്ചയായും
മില്ലത്ത് സാന്ത്വനം സൗത്ത് ചിത്താരി ശാഖ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ഈ വീട് ഭവന രാഹിത്യം നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാക്കുവാനുള്ള ഒരു തുടക്കത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. വി ഗൗരി, KS ഫക്രുദ്ദീൻ, MA ലത്തീഫ്, മൊയ്തീൻ കുഞ്ഞി, PA മുഹമ്മദ് കുഞ്ഞി, അസീസ് കടപ്പുറം, അജിത് കുമാർ, സുബൈർ, ഹംസ മാസ്റ്റർ, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, റഹീം, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ, കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, റിയാസ് അമലടുക്കം, T സമീർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബങ്ങൾക്ക് പ്രതിമാസം സഹായമെത്തിച്ച മില്ലത്ത് സാന്ത്വനം ഹദാദ് നഗർ മാതൃകയാവും. 10 കുടുംബങ്ങൾക്ക് പ്രതിമാസം ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകി മില്ലത്ത് സ്വാന്തനം ഹദ്ദാദ് നഗറിലെ പ്രവർത്തകരാണ് മാതൃക തീർത്തത്. കേരള ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ പ്രൊഫസർ AP അബ്ദുൾ വഹാബ് സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷകരം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഗതി 10 നിർധന കുടുംബങ്ങൾക്കുള്ള കിറ്റ്, അത് നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ സ്ഥിരമായി പ്രതിമാസം നൽകുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ഭക്ഷണം ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പുണ്യമാക്കപ്പെട്ട ഒരു സംഗതിയാണ്. നിസ്സാരമായിട്ടോ ചെറുതായിട്ടോ അതിനെ കാണരുത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് പടച്ച തമ്പുരാൻ കരുണ കാണിക്കും. അപ്പൊ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുക, ഈ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുക, ഇത് കിറ്റുകളിലാക്കുക, ഇതിന് സമയം നീക്കി വെക്കുക, ഇത് ആളുകളെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ ചെയ്യുന്നത് ഒരു പാർട്ടിവർക്ക് മാത്രമല്ല, അത് പടച്ച തമ്പുരാൻ സ്രഷ്ടാവ് ദൈവ തമ്പുരാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മം കൂടിയാണ്. മൊയ്തു കുന്നിൽ അധ്യക്ഷനായി. MA ലത്തീഫ്, അസീസ് കടപ്പുറം, PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, സുബൈർ പടുപ്പ്, റഹീം, സാലി, അമീർ, ഖാലിദ്, KK അബ്ബാസ്, മവ്വൽ മുഹമ്മദ്, മാമു സാഹിബ്, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പനത്തടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പൊതുമരാമത്ത് റോഡുകളുടെ ഇരുവശങ്ങളിലും അപകടകരമായി നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റി. റോഡപകടങ്ങൾ ഒഴിവാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും CDSഉം മുന്നിട്ടിറങ്ങി. പഞ്ചായത്തിലെ 289 കുടുംബശ്രീ യൂണിറ്റുകളിലെ 800 കുടുംബശ്രീ പ്രവർത്തകരാണ് 11.5 കിലോമീറ്റർ റോഡുകളിലെ മുൾപടർപ്പുകളും കാടുകളും ഒറ്റ ദിവസം കൊണ്ട് വെട്ടിമാറ്റിയത്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനം പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് PG മോഹനൻ വളാന്തോട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട് വെട്ടി വൃത്തിയാക്കൽ പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡ് വക്കുകളിലാണ് മുൾപടർപ്പുകളും കാടുകളും വളർന്ന് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ നിന്നിരുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിൽ കാട് വളർന്ന് അപകടം വിളിച്ചു വരുത്തുന്ന അവസ്ഥയിലായിരുന്നു. പനത്തടി പഞ്ചായത്തിൽ ഒരു 11.5 കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേയിലുള്ള സ്റ്റേറ്റ് ഇരുവശത്തുമുള്ള കാടുകൾ, അതായത് ബസ്സിൽ പോകുന്ന യാത്രക്കാർക്ക് അവരുടെ കണ്ണിലും ദേഹത്തൊക്കെ അടിക്കുന്ന രീതിക്ക് ആയതുകൊണ്ട് പേരിലാണ് ഭരണസമിതിയും CDSഉം കൂടെ ചേർന്ന് കൊണ്ട് തീരുമാനമെടുത്ത് പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ഹൈവേനെ വൃത്തിയാക്കാൻ വേണ്ടി സൈഡിലെ കാട് കൊത്തി വൃത്തിയാക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനിക്കും. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വശം മാറിക്കൊടുക്കുമ്പോൾ യാത്രക്കാരുടെ മുഖത്ത് മുൾപടർപ്പുകൾ കൊണ്ട് മുറിവേൽക്കുക പതിവായിരുന്നു. അപകടകരമായ കാടുകൾ വെട്ടിമാറ്റി യാത്ര സുരക്ഷിതമാക്കാൻ പൊതുമരാമത്ത് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പനത്തടി പഞ്ചായത്ത് ഭരണസമിതിയും CDSഉം മുന്നിട്ടിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, രാജപുരം. P കരുണാകരൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്കൂളുകൾക്ക് ബസ് അനുവദിച്ചു. ജില്ലയിലെ 5 സ്കൂളുകൾക്കാണ് ബസ് അനുവദിച്ചത്. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ P കരുണാകരൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടർ K ജീവൻ ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ KM സുരേഷ്, മാധവ് മോട്ടോഴ്സ് ജനറൽ മാനേജർ അജിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് UP സ്കൂൾ കൂളിയാട്, മേലാങ്കോട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ, GFHS മരക്കാപ്പ് കടപ്പുറം, ഗവൺമെന്റ് UP സ്കൂൾ പാടിക്കീൽ, GHSS പരപ്പ എന്നിവയ്ക്കാണ് 12.4 ലക്ഷം രൂപ ചെലവിൽ ഓരോ ബസ് അനുവദിച്ചത്. നീലേശ്വരത്തെ പ്രസിദ്ധമായ ആഴ്ചച്ചന്തയ്ക്ക് പുനർജനി. മന്ത്രി KT ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. നഷ്ടപ്പെട്ട ആഴ്ചച്ചന്തകളുടെ പ്രതാപം വീണ്ടെടുക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് മന്ത്രി. നീലേശ്വരത്തിന്റെ വാണിജ്യ മേഖലയുടെ പ്രധാന ഊർജ്ജസ്രോതസ്സായിരുന്ന ആഴ്ചച്ചന്തയുടെ പ്രതാപം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നീലേശ്വരം നഗരസഭ മുന്നോട്ടു പോകുകയാണ്. അതിന്റെ ആദ്യപടിയെന്നോണമാണ് ഓണത്തോടനുബന്ധിച്ച് ആഴ്ചച്ചന്ത പുനർജനിച്ചിരിക്കുന്നത്.
സെപ്റ്റംബർ 9 മുതൽ 11 വരെ നടക്കുന്ന ആഴ്ചചന്തയുടെ ഉദ്ഘാടനം മന്ത്രി കെ.ടി. ജലീൽ നിർവഹിച്ചു. പ്രൊഫസർ കെ.ടി. ജലീൽ, ഡോക്ടർ കെ.ടി. ജലീൽ അവരാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഡോക്ടർ കെ.ടി. ജലീൽ അവർ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മഹൽ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഏതാനും നിമിഷം മുമ്പ് ദീപം കൊളുത്തി ഇവിടെ ഔപചാരികമായി തുടങ്ങിവെച്ചത്. ഇത് നമ്മുടെ നാട്ടിലെ മറ്റു പ്രദേശങ്ങൾക്ക് ഒരു മാതൃകയും പ്രചോദനവുമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളെ പഴയ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ, ഗ്രാമീണ നിഷ്കളങ്കതയെ വീണ്ടും നമ്മളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുവാൻ, നമ്മളുടെ നാട്ടിൻപുറങ്ങളിലെ പാവപ്പെട്ട മനുഷ്യർക്ക് പലകകളില്ലാതെ തങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിറ്റഴിക്കുവാനുള്ള ഒരു സാധ്യത തുറന്നുകൊടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഇത് എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് സർക്കാർ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ നഗരസഭയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ച് നിങ്ങളെ എല്ലാവരെയും അനുമോദിച്ച് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാവരെയും സാക്ഷിയാക്കി നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നഷ്ടപ്പെട്ട ആഴ്ചചന്തയുടെ പ്രതാപം വീണ്ടെടുക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ.പി. ജയരാജൻ ആമുഖ പ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി ഗൗരി, എറവാട്ട് മോഹനൻ, പി ഭാർഗവി, എം സാജിദ, സി മാധവി, പ്രമോദ് കരുവളം, കെ ബാലകൃഷ്ണൻ, വി കുഞ്ഞിരാമൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പി രാധ, തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, പി എം സന്ധ്യ, പി മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. എ കെ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും എൻ കെ ഹരീഷ് നന്ദിയും പറഞ്ഞു. മടിക്കൈ പഞ്ചായത്തിലെ 3 റോഡിൽ സഹകരണ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി മടിക്കൈ സർവീസ് സഹകരണ ബാങ്കാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. മടിക്കൈ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ 3 റോഡിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സൂപ്പർ മാർക്കറ്റിന് തുടക്കമിട്ടത്. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കിഴിവിൽ വിതരണം ചെയ്യുന്ന സഹകരണ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പുതിയ സൂപ്പർ മാർക്കറ്റിനെ നമ്മൾ കാണേണ്ടത്. പഴയ കാലഘട്ടത്തിൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം കടം കൊടുക്കുക, വാങ്ങിക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമേ ഉണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സേവനം നടത്തുന്ന ഒരു മേഖലയായിട്ട്, ഒരു രംഗമായിട്ട് സഹകരണ മേഖല മാറുക. ബാങ്ക് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പരിപാടിയിൽ പി രമേശൻ സ്വാഗതം പറഞ്ഞു. നീലേശ്വരം പള്ളിക്കര വെസ്റ്റ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി. നഗരസഭയിലെ 25ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് ഇതോടെ പരിഹാരം. പദ്ധതി പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. 2013 ഫെബ്രുവരിയിൽ തുടക്കം കുറിച്ച പദ്ധതിയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നുവെങ്കിലും പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ച പി കരുണാകരൻ MP തന്നെ ഇടപെട്ട് അത് പരിഹരിക്കുകയായിരുന്നു. നഗരസഭയിലെ 17, 18 വാർഡുകളിലെ 25 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പള്ളിക്കര വെസ്റ്റ് കുടിവെള്ള പദ്ധതി പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. 65 പേര് കൂടി കുടിവെള്ളം കൊടുത്തില്ലെങ്കിൽ പിന്നെ 25 പേര് മാത്രം കിട്ടുകയും മറ്റുള്ളവർ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രതിഷേധവും കാര്യങ്ങളും വരും. ഇപ്പൊ ഞാൻ എഞ്ചിനോട് ചോദിച്ചു എത്ര സംഖ്യ വേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ ടാങ്കൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ സ്റ്റോറേജിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളും വന്നു. പിന്നെ വീടുകളൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ മാത്രമേ വരൂ. അതിന് 5-6 ലക്ഷം രൂപയാണ് വരിക. അപ്പൊ 25 വീട്ടുകാരോടൊപ്പം മറ്റുള്ളവർ കൂടി കുടിവെള്ളം നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് നിങ്ങളിത് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഈ സംഖ്യ നമുക്ക് യഥാർത്ഥത്തിൽ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഏതായാലും അതിനാവശ്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് എഞ്ചിനീയറോട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മുടെ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം വരുമ്പോഴത്തേക്കും അത് പൂർത്തിയാക്കി കൊടുത്താൽ ആ സംഖ്യ തീർച്ചയായിട്ടും MPയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് നൽകുന്നതാണെന്ന് വളരെ സന്തോഷപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ്. നിലവിലുള്ള പള്ളിക്കര വെസ്റ്റ് കുളത്തിൽ 3 മീറ്റർ വ്യാസമുള്ള കിണർ നിർമ്മിച്ച് 10,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഉപരിതല ടാങ്കിൽ 1.5 HP പ്രവർത്തനശേഷിയുള്ള പമ്പ് സെറ്റ് സ്ഥാപിച്ചാണ് കുടിവെള്ള വിതരണം. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ.പി. ജയരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ ജീവൻ ബാബു മുഖ്യാതിഥിയായിരുന്നു. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. വത്സൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ വി ഗൗരി, കെ വി ഉഷ, കെ വി രാധ,
നഗരസഭാ സെക്രട്ടറി NK ഹരീഷ്, വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാരായ P മുഹമ്മദ് കുഞ്ഞി, TV നൌഫൽ, നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ N അമ്പു, P രമേശൻ എന്നിവർ സംസാരിച്ചു. കുടിവെള്ള കമ്മിറ്റി കൺവീനർ P സുഭാഷ് സ്വാഗതവും ചെയർമാൻ CV അനീഷ് നന്ദിയും പറഞ്ഞു. അജാനൂർ പഞ്ചായത്തിലെ 6ാം വാർഡ് പുലരി B കുടുംബശ്രീയുടെ പൊലിവ് ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ പുലരി B കുടുംബശ്രീയുടെ ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പാണ് നടന്നത്. വീണച്ചേരിയിലെ 3 സെന്റ് സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കിയത്. വെള്ളരി, പയർ, വെണ്ട, മരച്ചീനി, മധുരക്കിഴങ്ങ്, കയ്പ എന്നീ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് നടന്നത്. കുടുംബശ്രീയിലെ 18ാം വാർഷികമായിട്ട് നടത്തിയ പൊലിവ് കാർഷികോത്സവത്തിന്റെ വിളവെടുപ്പാണ് ഇന്ന് അജാനൂർ പഞ്ചായത്തിലെ 6ാം വാർഡ് പുലരി B കുടുംബശ്രീയിൽ നടത്തിയത്. നന്നായിട്ട് തന്നെ ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തി. എല്ലാ അംഗങ്ങളും പരിപൂർണ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു വിളവെടുപ്പ് നടത്താൻ പറ്റിയിട്ടുണ്ട്. വെണ്ട, പയർ, അതുപോലെ വെള്ളരി, ചീര മുതലായവ കൃഷി ചെയ്ത് അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി തുടർന്നും മരച്ചീനി, വഴുതിന, മറ്റു മരച്ചീനി ഇതെല്ലാം വിളവെടുക്കാനുണ്ട്. തുടർന്നും ഇനിയും മുന്നോട്ട് ഇതേപോലെ തന്നെ ജൈവ രീതിയിൽ കൃഷി നടത്തിക്കൊണ്ട് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നാടൻ പച്ചക്കറി തന്നെ ഉണ്ടാക്കാനുള്ള എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. 6ാം വാർഡ് മെമ്പർ ബിന്ദു പൊലിവ് ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CDS സുകുമാരി, സെക്രട്ടറി സുലേഖ, നിഷ തുടങ്ങിയവർ സംസാരിച്ചു. SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഭാവി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് കോളേജിലാണ് സെമിനാർ നടന്നത്. മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസ സംസ്കാരം വളർത്തിയെടുക്കാൻ LDF സർക്കാർ ശ്രമിക്കുകയാണ്. വരുന്ന 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ കോളേജുകളും ഡിജിറ്റൽ ആക്കുമെന്നും മന്ത്രി C രവീന്ദ്രനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കേരളത്തിൽ 5 കോളേജുകൾ, യൂണിവേഴ്സിറ്റി കോളേജ്, മഹാരാജാസ് കോളേജ്, ശ്രീ കേരളവർമ്മ കോളേജ്, വിക്ടോറിയ കോളേജ്, ബ്രണ്ണൻ കോളേജ്, ഈ ഏറ്റവും പഴയതായ ഈ 5 കോളേജുകളും ലൈബ്രറികളും ലബോറട്ടറികളും ഓഫീസും ക്ലാസ് മുറികളും എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് ഈ 5 കോളേജുകളും വരുന്ന 2 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ കോളേജുകളായിട്ട് മാറ്റുവാനുള്ള തീരുമാനം ഇന്നലെ എടുത്തു കഴിഞ്ഞു. ഈ 5 എണ്ണം മാത്രമല്ല, അതിനെ തുടർന്ന് കേരളത്തിലെ മറ്റു കോളേജുകളും ഡിജിറ്റലാക്കുവാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുത്ത് ഉയർന്ന ചിന്തയുള്ളവരാക്കി മാറ്റണമെന്നും കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ സമൂലമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചും മന്ത്രി എടുത്തു പറഞ്ഞു. പരിപാടിയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, SFI ജില്ലാ സെക്രട്ടറി B വൈശാഖ്, ജില്ലാ പ്രസിഡന്റ് K മഹേഷ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ MC രാജു, കണ്ണൂർ സർവകലാശാല ജനറൽ സെക്രട്ടറി ജിൽമി വർഗീസ്, SFI ജില്ലാ കമ്മിറ്റി മെമ്പർ ശ്രീലക്ഷ്മി, CPM കാസർഗോഡ് ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കോടതി സമുച്ചയത്തിൽ ഓണം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു പരിപാടി. കോടതി ജീവനക്കാരും ബാർ അസോസിയേഷനും ജുഡീഷ്യൽ ഓഫീസർമാരും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ജഡ്ജി S മനോഹർ കിനി നിലവിളക്ക് കൊളുത്തി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ ജില്ലാ ജഡ്ജി സാനു S പണിക്കർ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് G അനിൽ, സബ് ജഡ്ജി PT പ്രകാശൻ, മുൻസിഫുമാരായ ബിജു CR, രാജുഷി, മജിസ്ട്രേറ്റ് ഉണ്ണികൃഷ്ണൻ, ജില്ലാ കോടതി ശിരസ്തദാർ V കുമാരൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് അശോക് കുമാർ, ശശിധരൻ എന്നിവർ ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു. പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി.
കബഡി കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ കളിക്കാരെ വാർത്തെടുക്കുന്നതിനുമായി ആരംഭിക്കുന്ന കോച്ചിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 13-ന് നടക്കും. അന്തർദേശീയ കബഡി താരം ജഗദീഷ് കുംബ്ലയുടെ നേതൃത്വത്തിലാണ് കബഡി കോച്ചിംഗ് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിംഗ് സെന്റർ ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തർദേശീയ തലത്തിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും കബഡിയെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് കബഡി കോച്ചിംഗ് ആൻഡ് ഫിറ്റ്നസ് ട്രെയിനിംഗ് സെന്റർ ആരംഭിക്കുന്നത്. ജില്ലയിൽ നിന്നും കബഡി താരങ്ങളെ വളർത്തിയെടുക്കുന്നതിലൂടെ ദേശീയ അന്തർദേശീയ കബഡി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ഇതുമുഖേന കായിക മേഖലയിൽ ജോലി സാധ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. സെപ്റ്റംബർ 13-ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും വിവിധ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു വീട്ടിൽ നിന്ന് ഒരു പയ്യൻ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഒരു ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അവരൊരു ഈവൻറ്റ് ചോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഫിറ്റ്നസ് ആവശ്യമുണ്ടെങ്കിൽ കബഡി മാത്രമല്ല ഫിറ്റ്നസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കറിയുന്ന നോളേജ് അവർക്ക് കൊടുക്കാം. അതിൻ്റെ ത്രൂ അവരെ ഒരു ഈവൻറ്റ് ചോയ്സ് എടുത്തിട്ട് അവരെ ഫ്യൂച്ചർ കൊണ്ടുപോകാം. ആ ഒരു ഇതിൽ വെച്ച് ഈ ഒരു ക്യാമ്പ് നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ട്. 13-ന് MLA-മാരെല്ലാവരും വരും. വാർത്താ സമ്മേളനത്തിൽ ജഗദീഷ് കുംബ്ല, കെ സുനിൽകുമാർ, ബി ചന്ദ്രശേഖര തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ട് നവീകരിച്ച മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം നടന്നു. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി KT ജലീൽ. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഓണാഘോഷത്തിന് തുടക്കമായി. വിവിധ സ്ഥാപനങ്ങളിലും ഓണാഘോഷം നടന്നു. പി കരുണാകരൻ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ 5 സ്കൂളുകൾക്ക് ബസ് അനുവദിച്ചു. അഗതികൾക്ക് ആശ്വാസമേകി മില്ലത്ത് സാന്ത്വനം പ്രവർത്തകർ. പോയ കാലത്തിന്റെ ഓർമ്മകൾ ഉണർത്തി നീലേശ്വരത്ത് ആഴ്ചച്ചന്തകൾക്ക് പുനർജന്മം. അപകടങ്ങൾ തുടർക്കഥ. റോഡരികിലെ കാടുകൾ വെട്ടിമാറ്റി പനത്തടി പഞ്ചായത്ത് ഭരണസമിതിയും CDS പ്രവർത്തകരും. മടിക്കൈ 3 റോഡിൽ സഹകരണ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. വിപണിയിൽ വിലക്കുറവ് ലക്ഷ്യമിട്ടാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.